ഓണമാണ് ചർച്ച. ഓണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ആഘോഷിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അതിൻ്റെ മതപരമായ കാര്യങ്ങൾ, ഇത്തരം വിഷയങ്ങൾ വളരെയധികം കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചകളായിട്ടുണ്ട്. ഈ ചർച്ചകൾ വരുമ്പോൾ പലപ്പോഴായി ആളുകൾ പറയുന്ന ഒറ്റ വാക്കിലുള്ള അതിനുള്ള ഒരു പ്രതികരണമുണ്ട്. ഓണമൊക്കെ ഇഷ്ടമുള്ളവർ ആഘോഷിച്ചോട്ടെ, ഇഷ്ടമില്ലാത്തവർ ആഘോഷിക്കണ്ട, എന്തിനാണ് അത് ഇത്ര വലിയ പ്രശ്നമാക്കുന്നത്? ഈ ഒരു വാചകം തന്നെ നമുക്കെടുക്കാം. ഇതിൻ്റെ ഒന്നാമത്തെ ഭാഗം ഓക്കെ, ഇഷ്ടമുള്ളവർ ആഘോഷിക്കട്ടെ, രണ്ടാമത്തെ ഭാഗം ഇഷ്ടമില്ലാത്തവർ ആഘോഷിക്കണ്ട. ഇത് പൊതുവെ എല്ലാവരും ഇത്തരം ചർച്ചകൾ വരുമ്പോൾ വളരെ നോർമലായി എടുക്കുന്നൊരു പൊസിഷനാണ്. പക്ഷേ ഈ പൊസിഷനിൽ പോലും പ്രശ്നം വരുന്നു എന്നുള്ള നിലക്കേക്കാണ് പലപ്പോഴും ചർച്ചകൾ പോകുന്നത്. അതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇഷ്ടമില്ലാത്തവർ ഓണം ആഘോഷിക്കാതിരിക്കാൻ പാടുണ്ടോ? അല്ല, ഇഷ്ടമില്ലാത്തവർ പോലും, അല്ലെങ്കിൽ അതിനോട് യോജിപ്പില്ലാത്തവർ പോലും നിർബന്ധിതമായി ഓണം ആഘോഷിച്ചിരിക്കണം എന്ന ഒരു തരത്തിലേക്ക് പോലും പലപ്പോഴും ചർച്ചകൾ പോകുമ്പോഴാണ് എന്താണ് ഈ ഓണാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നം, അതിൻ്റെ മതപരമായ ആംഗിളുകൾ അതിലേക്ക് കൂടുതൽ കടക്കാതെ എന്തുകൊണ്ട് സാമൂഹികമായി ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുന്നു, എങ്ങനെയാണ് ഇത്തരം വിഷയങ്ങൾ വർഗീയമായ ധ്രുവീകരണത്തിന് വേണ്ടി പല ആളുകളും ഉപയോഗിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലുള്ള കുറച്ച് സംഭവവികാസങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഓണം വീണ്ടും ചർച്ചയായിട്ടുള്ളത്. ചില നിയമപരമായിട്ടുള്ള നടപടികൾ പോലും ചില ആളുകൾക്കെതിരെ വന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ വിഷയം ചർച്ചയിലേക്ക് എത്താനുള്ളൊരു കാരണം. അതിലിപ്പോൾ ബാസിക്ക് രണ്ടാമത് പറഞ്ഞ ഒരു വിഷയം ഉണ്ടല്ലോ, ഇഷ്ടമില്ലാത്തവർ ആഘോഷിക്കാതിരിക്കട്ടെ, അല്ലെങ്കിൽ ആഘോഷിക്കാതിരുന്നുകൊണ്ടും കുഴപ്പമില്ല എന്നുള്ളൊരു സാധനം. അതിന് ശരിക്കും ഒരുപാട് ആളുകൾക്ക് ഇവിടെ അതിനുള്ള അവകാശം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഈഴവരും അതേപോലെ തന്നെ ദളിതരും ഒന്നും ഓണത്തിനെ ഇത്തരത്തിലുള്ള സോക്കോൾഡ് പൊതുസമൂഹം കാണുന്ന രീതിയിലല്ല കാണുന്നത്. അതിന് പല വ്യാഖ്യാനങ്ങളും കൊടുക്കുന്ന ആളുകളുണ്ട്. അതിലൊരു സവർണ ആഘോഷമാണതെന്ന് പറയുന്ന ആളുകളുണ്ട്, അവർണരായിട്ടുള്ള ഒരുപാട് ആളുകൾ. അതേപോലെ തന്നെ ഓണത്തിനെ ഇപ്പോൾ ആഘോഷിക്കുകയും എന്നാൽ ഇപ്പോൾ ആഘോഷിക്കുന്ന പോലെയല്ല ആഘോഷിക്കേണ്ടെന്ന് പറയുന്ന, അത് വാമന ജയന്തിയാണെന്ന് പറയുന്ന ആളുകളുണ്ട്, ജയലളിതയൊക്കെ പോലത്തെ ആളുകൾ. അപ്പോൾ അത്തരത്തിൽ പല രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുകയും ആ വ്യാഖ്യാനത്തിൽ തന്നെ ചില പ്രത്യേക പൊസിഷൻ എടുത്തുകൊണ്ട് അത് മാറി നിൽക്കുന്ന ആളുകളുണ്ട്. അവരെ പൊളിറ്റിക്കലി ഭയങ്കര അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. ഓക്കെ, നിങ്ങൾ നല്ലൊരു നിലപാടാണ്, നിങ്ങൾ ചരിത്രപരമായിട്ട് നിങ്ങൾ വളരെ മികച്ചൊരു എന്താ പറയുക, ഒരു സാമുദായിക രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ട് നല്ലൊരു നിലപാടാണ് എടുത്തത്, അത്തരത്തിലുള്ള മുന്നേറ്റങ്ങൾ അതിലുണ്ടാവട്ടെ എന്ന രീതിയിൽ പ്രോത്സാഹനം കൊടുക്കുന്നതായിട്ട് കാണാൻ കഴിയും. പക്ഷേ ചില ആളുകൾ ചില പ്രത്യേക റീസൺസ് കൊണ്ട് ഈ ഓണാഘോഷത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അത്തരം ഒരു തീരുമാനമെടുക്കുന്ന സമയത്ത് അതിനെ പ്രശ്നവൽക്കരിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ അതിനെ മാത്രം പ്രശ്നവൽക്കരിക്കുന്നതായിട്ടാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സവർണർ ആഘോഷമാണ്, അതുകൊണ്ട് ഞങ്ങൾ വിട്ടു നിൽക്കുന്നു, ഓക്കെ ഗുഡ്, നിങ്ങൾ നല്ലൊരു രാഷ്ട്രീയ നിലപാടെടുത്തിരിക്കുന്നു എന്ന് പറയുന്ന അതേ ആളുകൾ, ചില ആളുകൾ ഞങ്ങൾക്ക് മതപരമായ വിശ്വാസ കാരണങ്ങളാൽ ഇത്തരം ഒരു ആഘോഷത്തിൻ്റെ ഭാഗമാകാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ആ സ്പെസിഫിക് കേസിനെ മാത്രം പ്രശ്നവൽക്കരിക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇതിൽ പലപ്പോഴും ഇത്തരം വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ എല്ലാവരും പെട്ടെന്ന് പറയുന്നൊരു ഓണം അതിനെ മതപരമായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല, അതൊരു ദേശീയ ആഘോഷമാണ് എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ദേശീയ ആഘോഷം അല്ലെങ്കിൽ കേരളത്തിൻ്റെ ദേശീയ ഉത്സവം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അത് എപ്പോഴാണ് വന്നത് എന്നതടക്കം ഒരു പ്രധാന ആലോചിക്കാറില്ല നമ്മളെന്നുള്ളതാണ്. അത് ശരിക്കും 19ാം നൂറ്റാണ്ടിൻ്റെ പകുതിക്ക് ശേഷമാണ് ശരിക്കും ഈ ദേശീയോത്സവം എന്ന് പറയുന്ന ഒരു ആശയം തന്നെ ഉണ്ടാകുന്നത്. ആ ആശയത്തിൽ തന്നെ കേരളത്തിൽ എന്ത് ദേശീയോത്സവമാകുമെന്ന് ചർച്ച വരുന്ന സമയത്ത് ഒരുപാട് ഓപ്ഷനുകൾക്ക് ശേഷമാണ് ഓണത്തിലേക്ക് എത്തുന്നത്. അത് തൃശ്ശൂർ പൂരം വരുന്നുണ്ട്, അതേപോലെ തന്നെ പ്രാദേശികമായിട്ടുള്ള പല ഉത്സവങ്ങളും വരുന്നുണ്ട്. അതിനൊക്കെ പല കാരണങ്ങൾ കൊണ്ടും തള്ളപ്പെട്ട് ഒഴിവാക്കി ശേഷം ഓണത്തിനെ അത്തരത്തിൽ ദേശീയോത്സവമായിട്ട് സ്വീകരിക്കുകയും അത് പിന്നീട് എല്ലാ സ്കൂളുകളിലും ദേശീയോത്സവമായിട്ട് സ്വീകരിക്കുന്ന സമയത്ത് എല്ലാവർക്കും ആ ഒരു ഞങ്ങളുടെ ഒരു ഫീൽ വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, സ്കൂളുകളിലടക്കം അത് പ്രാവർത്തികമാക്കുന്നു, നടപ്പിലാക്കുന്നു. സർക്കാരിൻ്റെ നേതൃത്വത്തിൽ അത്തരത്തിലൊരു ഓണാഘോഷം സിസ്റ്റമാറ്റിക്കായിട്ട് അവിടെ മുതൽ ഉണ്ടായി വരുന്നു. അതിൽ നമുക്ക് രണ്ട് കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഒന്ന് പറഞ്ഞാൽ, ആ നടപടിക്ക് മുമ്പ് വരെ കേരളത്തിൽ എന്തല്ല, ഇതെല്ലാവരുടെയും വളരെ നോർമലായിട്ടുള്ള വളരെ സാധാരണ രീതിയിലുള്ള ഒരു ആഘോഷമല്ല. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതൊരു പ്രത്യേക പ്രക്രിയയിലൂടെ ഇത്തരത്തിൽ ദേശീയോത്സവമായിട്ട് ഉണ്ടാക്കപ്പെട്ടതാണെന്നുള്ളതാണ്. അതിന് സ്വാഭാവികമായിട്ടും നമുക്ക് കാണാൻ കഴിയുന്ന അതിൻ്റെ പിന്നിലുള്ള ചരിത്രം ഐതിഹ്യമൊക്കെ എടുക്കുന്ന സമയത്ത് വളരെ വ്യക്തമായ മതപരമായ എലമെൻറ്റുകൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇതിൽ ഈ ദേശീയോത്സവം എന്ന് പറയുമ്പോൾ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ പൊതുസമൂഹത്തിൽ തന്നെ അതിനെ പല രൂപത്തിൽ കാണുന്ന ആളുകളുണ്ട്. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ അതിനൊരു ദേശീയോത്സവമായി തന്നെ മനസ്സിലാക്കി അങ്ങനെ തന്നെ ആഘോഷിക്കുന്ന ആളുകൾ പൊതുസമൂഹത്തിലുണ്ട്. അതേപോലെ തന്നെ അതിനെ വാമന ജയന്തിയാണെന്ന് മനസ്സിലാക്കുന്നവരുണ്ട്, അതിനെ സവർണോത്സവമായി മനസ്സിലാക്കുന്നവരുണ്ട്, അവർണനായ മാവേലിയുടെ ഒരു ഓർമ്മ എന്നുള്ള നിലക്ക് അങ്ങനെ ആഘോഷിക്കുന്നവരുണ്ട്. എന്ന് വെച്ചാൽ ഓണത്തിനെ പൊതുസമൂഹത്തിൽ തന്നെ പല രൂപത്തിൽ മനസ്സിലാക്കുന്നവരുണ്ട്. അതെല്ലാം നമുക്ക് ഓക്കെയാണ്, അക്സെപ്റ്റബിളാണ്.
പക്ഷേ ഇവിടെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു മുസ്ലിം മനസ്സിലാക്കുമ്പോൾ, ഒരു മുസ്ലിം ഓണത്തെ പിന്നെ കൈകാര്യം ചെയ്യുമ്പോൾ അതിന് ഒറ്റ രൂപത്തിൽ മാത്രമേ മനസ്സിലാക്കാം. അത് ദേശീയോത്സവം എന്ന ഒറ്റ ആംഗിളിൽ മാത്രമേ അത് എടുക്കാൻ പാടുള്ളൂ. മുസ്ലിങ്ങൾക്കിടയിൽ എന്താ പാടില്ല, അതിന് മതപരമായ എലമെൻ്റ് ഉണ്ടോ ഇല്ലേ എന്നുള്ള ചർച്ച തന്നെ പാടില്ല. അല്ലെങ്കിൽ അങ്ങനെ മതപരമായ ആംഗിളുകൾ ഇതിനുണ്ട് എന്നുള്ള ഒരു അഭിപ്രായം പോലും ഒരു മുസ്ലിമിന് ഉണ്ടാവാൻ പാടില്ല എന്ന തരത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത്. കാരണം പൊതുസമൂഹത്തിൽ എല്ലാവർക്കും ഓണത്തിനെക്കുറിച്ച് പല തരത്തിലുള്ള ധാരണകളും പല രൂപത്തിൽ അതിനെ മനസ്സിലാക്കാനൊക്കെ പറ്റും. പക്ഷേ മുസ്ലിങ്ങൾ മനസ്സിലാക്കും അത് ദേശീയോത്സവമാണെന്ന് അംഗീകരിച്ച് അതേപോലെ അത് നിർബന്ധിതമായി ആഘോഷിച്ചിരിക്കണം എന്ന ഒരു ചിന്തയാണ് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, ദേശീയോത്സവം എന്ന് നമ്മൾ പറയുമ്പോഴും എന്താണ് ഓണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിൻ്റെ ഐതിഹ്യം എന്താണ്? ഐതിഹ്യം എന്ന് പറയുന്നത് പിന്നെ ഈ മാവേലിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും വാമനനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം നമുക്കറിയാം. അതേപോലെ തന്നെ ഓണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തൃക്കാക്കരയപ്പൻ, ഓണത്തപ്പൻ എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഓണപ്പൂക്കളം എന്ന് പറയുന്നത് തൃക്കാക്കരയപ്പനുള്ള ഒരു സമർപ്പണമാണ് യഥാർത്ഥത്തിൽ ഓണപ്പൂക്കളം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അത് ഒരിക്കലും തന്നെ ഒരു പിന്നെ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിശ്വാസപരമായി തന്നെ അത് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം ഒരു മുസ്ലിം വിശ്വസിക്കുന്നത് ഏകനായ ദൈവം മാത്രമാണ് ഉള്ളത്. എന്നെയും, അതായത് മുസ്ലിമിനെയും ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും മതമുള്ളവനെയും ഇല്ലാത്തവനെയും എല്ലാവരെയും സൃഷ്ടിച്ച ഏകനായൊരു സൃഷ്ടാവുണ്ട്. ആ സൃഷ്ടാവിന് മാത്രമേ ഏത് തരത്തിലുള്ള സമർപ്പണവും പാടുള്ളൂ. അത് പിന്നെ ഏതെങ്കിലും തരത്തിൽ ഭക്ഷണമാകട്ടെ അല്ലെങ്കിൽ പൂക്കൾ സമർപ്പിക്കുന്നതാകട്ടെ, ഏത് രൂപത്തിൽ ആരാധനയുടെ അംശങ്ങളുള്ള ഒന്നും ദൈവത്തിനല്ലാതെ സമർപ്പിക്കാൻ പാടില്ല. ദൈവത്തിന് മുമ്പിൽ മാത്രമാണ് സമർപ്പണം എന്നതാണ് ഒരു ഏകദൈവ വിശ്വാസിയായ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അടിസ്ഥാന വിശ്വാസം അതാണ്. അപ്പോൾ ആ അടിസ്ഥാന വിശ്വാസത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് ഇത്തരമൊരു കാര്യം അതിന് ദേശീയോത്സവം എന്നൊരു പേരിട്ടു എന്നുള്ളത് കൊണ്ടും എന്ത് ചെയ്യാൻ പറ്റില്ല, പലപ്പോഴും അത് അംഗീകരിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അവിടെ നിങ്ങൾ എന്ത് തന്നെയായാലും ഈ ദേശീയോത്സവം എന്ന് പ്രഖ്യാപിക്കപ്പെട്ട സ്ഥിതിക്ക് നിങ്ങൾക്ക് മറ്റഭിപ്രായങ്ങളൊന്നും പാടില്ല, നിങ്ങളത് നിർബന്ധമായും അംഗീകരിച്ചിരിക്കണം എന്ന ഒരു സ്റ്റാൻഡ് എന്ന് പറയുന്നത് അത് വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ടതാണ്. വളരെയധികം ഗൗരവമുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണത്. കാരണം ഒരു വിഭാഗത്തിന് ഒരു പൊസിഷൻ എടുക്കാൻ പോലും സ്വാതന്ത്ര്യമില്ല. അതിപ്പോൾ മുസ്ലിങ്ങൾക്കിടയിലും ഇപ്പോൾ ഒറ്റ പൊസിഷൻ അല്ല ഇതിലുള്ളത്. മീൻസ് ഇപ്പോൾ നമ്മൾ നോർമലി നോക്കുന്ന സമയത്ത് മുസ്ലിങ്ങളും പല രീതിയിൽ ഇതിനെ നോക്കി കാണുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ഓണ ദേശീയോത്സവമായിട്ട് തന്നെ കാണുന്ന ആളുകളുണ്ട്. ഇനി അതല്ലാതെ അത്തരത്തിൽ ഒരു ഹൈന്ദവ ആഘോഷം തന്നെയാണ് എങ്കിലും അതിൻ്റെ കൂടെ ആഘോഷിക്കുമെന്ന് വിചാരിക്കുന്ന ആഘോഷം പങ്കെടുക്കുന്ന ആളുകളുണ്ട്. മറ്റൊരു വിഭാഗം ആളുകൾ ഹൈന്ദവ ആഘോഷമാണ്, ഞങ്ങൾ ആഘോഷിക്കുന്നില്ല, എന്നാൽ അവരുടെ ആഘോഷത്തിനുള്ള സഹകരണങ്ങളും മറ്റും ചെയ്തു കൊടുക്കും. അതേപോലെ തന്നെ ജസ്റ്റ് ഒരു വിഷോ മറ്റൊക്കെ ചെയ്യും. അതേപോലെ തന്നെ പോയി മത്സരങ്ങളിലും മറ്റും പങ്കെടുക്കും. സ്കൂൾ പരിപാടികളും കോളേജ് പരിപാടികളൊക്കെ പങ്കെടുത്ത് ഒരു ചെറിയ രീതിയിലുള്ള പങ്കാളിത്തം കൊണ്ടുപോരും, തിരിച്ചു പോരും. മറ്റു ചില ആളുകൾ അത്തരത്തിൽ പങ്കെടുക്കുകയൊന്നുമില്ല, പക്ഷേ ക്ഷണിച്ചാൽ ഒക്കെ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ചു പോരും. ചില ആളുകൾ ഇത്തരത്തിൽ ഒരു സഹകരണം ഇല്ലാതെ മുന്നോട്ട് പോകും. ഇത് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുള്ള വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകളുള്ള ഒരു സമുദായമാണ് മുസ്ലിം സമുദായം ഈ വിഷയത്തിൽ പ്രത്യേകിച്ചും. അപ്പോൾ ഈ സമുദായത്തെ സംബന്ധിച്ച് ഈ പല അഭിപ്രായങ്ങളുള്ള ആളുകൾക്ക് പല അഭിപ്രായങ്ങളായിട്ട് നിലനിൽക്കാനുള്ള ഓപ്ഷൻ ഇല്ല. എന്നാൽ മറ്റു പല ആളുകൾക്കും ഇത്തരത്തിൽ ഈ വിഷയത്തിൽ എത്ര അഭിപ്രായം വേണം എടുക്കാം, ആ അഭിപ്രായങ്ങൾക്ക് അവരുടെയായിട്ടുള്ള ജസ്റ്റിഫിക്കേഷൻ കൊടുക്കാം, ഒക്കെ അത് അംഗീകരിക്കും, സമൂഹം സ്വീകരിക്കും. എന്നാൽ ഈ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ച് ഇത് ആദ്യം പറഞ്ഞ ഇതിന് പൂർണ്ണമായിട്ട് സഹകരിക്കുക എന്ന് പറയുന്ന, പൂർണ്ണമായിട്ട് അതിൻ്റെ ഭാഗമാവുക എന്ന് പറയുന്ന ആ ഓപ്ഷൻ അല്ലാത്ത മറ്റൊരു ഓപ്ഷനും, ഈ ഓപ്ഷനുകളിലൊക്കെ പലതും മതപരമായി ഡ്രിവണാണ്. മതപരമായി ഡ്രിവണായിട്ടൊരു നിലപാടോ എന്താ പറയുക പ്രവർത്തനമോ ചെയ്യാൻ പാടില്ല ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഈ ഇന്ത്യയിൽ. അത്തരത്തിൽ സമുദായ സ്പർദ്ധ എന്നൊക്കെയാണ് ചില വിഷയങ്ങളൊക്കെ പറയുന്നത്. സമുദായ സ്പർദ്ധ, കലാബാഹ്വാനം. എങ്ങനെയാണിത് കലാബാഹ്വാനാകുന്നത്? നമ്മളെ മതവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലാണ് വിശ്വാസമുള്ളത്, ഇത്തരത്തിലാണ് ആചാരമുള്ളത്, അതുകൊണ്ട് ഈ തരത്തിലാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇത്തരത്തിലൊരു ഇപ്പോൾ നമുക്കറിയാം, ഇത് നമ്മുടെ മതസ്ഥർ, ഇപ്പോൾ മുസ്ലിങ്ങളല്ലാത്ത ആളുകളും ഇത്തരത്തിൽ പല രീതിയിലുള്ള ആചാരങ്ങൾ കൊണ്ടുനടക്കാറുണ്ട്. അവർക്കുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. നമ്മളെ സംബന്ധിച്ചത് വിഷയമല്ല. നമ്മുടെ ഇപ്പോൾ ഇത്തരത്തിൽ ശബരിമലക്ക് പോകുന്ന സമയത്ത് അവർക്ക് അഹിന്ദുക്കളായിട്ടുള്ള ആളുകളുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ വീടുകളിൽ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഓർമ്മയില്ലാതെ ചിലപ്പോൾ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവർ പറയും ഞങ്ങൾ മാലിട്ടിരിക്കുകയാണ്. നമുക്കൊരു കുഴപ്പമില്ല, അതുകൊണ്ട് മാലിട്ടിരിക്കുകയാണ് ആ സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്നുള്ളത്, ക്രൈസ്തവരുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ഒരു പ്രശ്നമല്ല. അത് അവരുടെ മതപരമായ സ്വാതന്ത്ര്യമാണ്. അവർക്ക് ആ വിശ്വാസപ്രകാരം ഈ വിഷയങ്ങൾ ഇന്ന മാനദണ്ഡങ്ങളുണ്ട്, ഇന്ന നിയമങ്ങളുണ്ട്, ഇന്ന രീതികളുണ്ട് എന്നതുകൊണ്ട് ഞങ്ങൾക്ക് അവരോടൊരു ദേഷ്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ എന്നതുകൊണ്ട് ഞങ്ങളവരെ മാറ്റി നിർത്തില്ല. ആ ഒരു വിശ്വാസം അവർ പ്രാവർത്തികമാക്കുന്നുള്ളതുകൊണ്ട് അത് ഏതുവരെ ആ പ്രാവർത്തികമാക്കൽ കൊണ്ട് മറ്റൊരു സമുദായത്തോടൊരു ദേഷ്യമോ വെറുപ്പോ, മറ്റൊരു സമുദായത്തെ ദ്രോഹിക്കലോ ആക്രമിക്കലോ അവരില്ലായ്മ ചെയ്യാനോ അവരെ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടിക്കാനുള്ള താല്പര്യമോ പ്രവർത്തനങ്ങളോ ഇതൊന്നും അവരുടെ അടുത്ത് ഇല്ലാത്തിടത്തോളം
ഈ ഓരോ വിശ്വാസികൾക്കും അവരുടെ വിശ്വാസപരമായിട്ടുള്ള ആചാരങ്ങൾ ഇത്തരത്തിൽ പരസ്പരം ഒരു ദ്രോഹവും പ്രയാസവും ബുദ്ധിമുട്ടും ചെയ്യിക്കാതെ സ്വന്തം നിലക്ക് ആചരിക്കാൻ പറ്റുന്ന സാഹചര്യം ഉള്ളിടത്തോളം ആ ആചാരങ്ങൾ അത്തരത്തിൽ ബഹുമാനിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും നല്ല ജനാധിപത്യ നിലപാട്. അതാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അത്തരത്തിൽ ആണ് ഒരു നല്ല ഒരു സൊസൈറ്റി, ഏറ്റവും നല്ല സൗഹാർദ്ദ അന്തരീക്ഷത്തിൽ പോകാൻ അത്തരം ഒരു പൊസിഷനാണ്. അല്ലാതെ എന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ വിശ്വാസമടക്കം ത്യജിച്ചുകൊണ്ട് എന്ത് ചെയ്യണം, നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം അല്ലെങ്കിൽ എൻ്റെ വിശ്വാസത്തിലേക്ക് വരണം എന്ന് പറയുന്നതാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ മൊത്തം സമുദായം അല്ലെങ്കിൽ സമൂഹം തകർന്നു പോകാം. ഇവിടെ പലപ്പോഴും ഈ ഓണാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദങ്ങളിൽ പലപ്പോഴും പെട്ടെന്ന് വരുന്നൊരു കാര്യമാണ് വർഗീയത, മതസ്പർദ്ധ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇത് ലൈംലൈറ്റിലേക്ക് കൊണ്ടുവരികയും മീഡിയ ചർച്ചകളാക്കുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥത്തിൽ സ്പർദ്ധ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ ഓണം അല്ലെങ്കിൽ ഓണം ഏതും ആയിക്കോട്ടെ, ഓണം ആഘോഷിക്കാൻ പറ്റില്ല മതപരമായി ഇന്ന റീസൺസ്, അതായത് അതിൽ ബഹുദൈവാരാധനയുടെ എലമെൻറ്റുകളുണ്ട്, അതിൽ ഹൈന്ദവതയുടെ എലമെൻറ്റുകളുണ്ട്. അതുകൊണ്ട് തന്നെ ആ ബഹുദൈവാരാധനയുടെ എലമെൻറ്റുകളുടെ ഒരു ഏകദൈവ വിശ്വാസിക്ക് ഒരിക്കലും ആ നിലക്ക് അതിനോട് സഹകരിച്ച് പോകാൻ പറ്റൂല എന്നുള്ളത് കൊണ്ട് മാറി നിൽക്കുന്നു എന്നൊരു പൊസിഷൻ ഒരു മുസ്ലിം വിശ്വാസി എടുക്കുകയാണെന്ന് വിചാരിക്കുക. ആ പൊസിഷൻ എടുക്കുമ്പോൾ ഇത് വർഗീയതയാണ് എന്ന് പറയുന്നതിലൂടെ യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത്, ഇവിടെയുള്ള ഹൈന്ദവരായ ആളുകൾക്കൊന്നും യഥാർത്ഥത്തിൽ ഇതൊരു പ്രശ്നമല്ല. കാരണം ഇവിടെയുള്ള ഹൈന്ദവർ ഞങ്ങളുടെ ആഘോഷങ്ങളും ഞങ്ങളുടെ ആചാരങ്ങളും അതേപോലെ മുസ്ലിങ്ങളും ആചരിച്ചിരിക്കണം, അല്ലെങ്കിൽ അവർ ആചരിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങളോട് അവർക്കെന്തോ ഒരു വർഗീയത ഉണ്ടെന്ന് ഇവിടെയുള്ള ഹിന്ദുക്കൾക്കാർക്കും അങ്ങനെ തോട്ടില്ല. കാരണം ഇത്രയും കാലം ഇപ്പോൾ ഒരു 10-15 വർഷമായിട്ടാണ് ഓണാഘോഷം വലിയ രൂപത്തിൽ ഇപ്പോൾ ക്യാമ്പസുകളിലേക്ക് അടക്കം വലിയ രൂപത്തിൽ കടന്നു വന്നിട്ടുള്ളത്. കുറച്ച് കാലത്തിന് അതിന് മുമ്പൊക്കെ എല്ലാവരും അവരവരുടെ ആഘോഷങ്ങളുമായിട്ട് പോകുന്നു. ബലിപെരുന്നാളിന് മുസ്ലിങ്ങൾ ആഘോഷിക്കും, ചിലപ്പോൾ അവരുടെ ഭക്ഷണം കൊടുക്കൂല, അങ്ങനെയൊക്കെ ആ രൂപത്തിലാണ് പോയിരുന്നത്. ഇപ്പോഴാണത് കുറച്ചും കൂടി എന്ത് ചെയ്തിട്ടുള്ളത്, ക്യാമ്പസുകളിലൊക്കെ വലിയ രൂപത്തിൽ ആഘോഷങ്ങളായി വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ ഒരു മുസ്ലിം ഇതിൽ നിന്നും വിട്ടുനിൽക്കുന്നു എന്നുള്ളതോ അല്ലെങ്കിൽ അത് വിശ്വാസപരമായ കാരണങ്ങൾ കൊണ്ട് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതോ ഒരു വർഗീയതായിട്ട് ഇവിടെയുള്ള ഹിന്ദുക്കൾക്ക്, സാധാരണക്കാരായ ഹിന്ദുക്കൾക്ക് ഒരിക്കലും തോന്നുന്നില്ല. പക്ഷെ അങ്ങനെ തോന്നാത്തൊരു സാധനം ഈ ഒരു മീഡിയ അജണ്ടയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കുറച്ച് ഒരു സ്യൂഡോ സെക്കുലർ എന്നുള്ള ആ ഒരു രൂപത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അവരൊക്കെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഒരു അജണ്ട പുഷ് ചെയ്യുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ വർഗീയമായ ചിന്തകൾ വരിക. അത് ഈ വിഷയത്തെ വളരെ നോർമലായി ഓക്കെ ഇപ്പോൾ ഇന്ന ആൾ പങ്കെടുക്കുന്നില്ല, ഓനെന്തോ വിശ്വാസമായിട്ടെന്തോ കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് നോർമലായി അവഗണിച്ച് പോകുന്ന ആളുകൾ പോലും ഒരു ദിവസം 10-15 പോസ്റ്റുകളും വാർത്തകളുടെ ഫീഡുകളും ഇതിൽ കണ്ടതുകൊണ്ട് അപ്പോൾ അവൻ ഒരു വർഗീയവാദിയാണല്ലേ എന്ന് ചിന്തിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് മാറുന്നു. അതിങ്ങനെ പുഷ് ചെയ്തു അജണ്ട ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓണം ആഘോഷിക്കുന്നില്ല, അവിടെ ആഘോഷിക്കരുതെന്ന് വോയിസ് ഇട്ടു. അപ്പോൾ അത് വിശ്വാസപരമായ കാര്യം കൊണ്ട് ഓൾറെഡി നടക്കുന്നൊരു കാര്യമാണിത്. അതിനെ പെട്ടെന്ന് അജണ്ട പുഷ് ചെയ്തിട്ട് എന്തോ ഒരു ഭീകരവൽക്കരിക്കുക. ഇപ്പം നേരത്തെ പറഞ്ഞ ശബരിമലയുടെ കേസ് ഒരു 10 മീഡിയകൾ ഒരു ദിവസം ഒരു 10 വാർത്തകളായിട്ട് കൊടുക്കുകയാണ്. ഇന്നയാൾ ഇന്നയിടത്ത് വെള്ളം കുടിച്ചില്ല, ഇന്നയാൾ ഇന്നയിടത്ത് ഭക്ഷണം കഴിച്ചില്ല എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതുവരെ ഒന്നും തോന്നാത്ത മുസ്ലിങ്ങൾക്ക് പോലും അവൻ വർഗീയവാദിയാണെന്നുള്ളത് ഒരു ഹൈന്ദവനായിട്ടുള്ള ഒരു മാലട്ട ഒരു ബ്രേക്കിംഗ് ന്യൂസ് നമ്മളൊന്ന് സങ്കല്പിക്കുക. ഒരു ദിവസം ബ്രേക്കിംഗ് ന്യൂസ് വരുന്നു, ശബരിമലയിൽ പോകുന്ന ഒരു യുവാവ് മുസ്ലിം യുവാവിന് അയച്ച വോയിസ് കേൾക്കുക, ഞെട്ടിപ്പിക്കുന്ന വോയിസ് കേൾക്കുക. എന്നിട്ട് പറയാണ്, ഞാൻ ശബരിമലക്ക് പോകാൻ ഇറങ്ങിയത് മാലയിട്ടതായിരുന്നു, അതുകൊണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ ചെറിയൊരു പ്രയാസമുണ്ട്, വിശ്വാസപരമായ ഒരു കാരണമാണ് കേട്ടോ. ഇതാണ് വോയിസ്. അപ്പോൾ അതിന് കണ്ടോ, ഒരു ഹിന്ദുവും മുസ്ലിമും തമ്മിലുള്ള ഒരു സാഹോദര്യമുള്ള ഈ നാട്ടിൽ ഇങ്ങനെയുള്ളൊരു വോയിസ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടോ, എവിടേക്കാണ് ഇത് പോകുന്നത്? അപ്പോൾ തന്നെ അടുത്ത ചാനൽ വേറെ അടുത്തേക്ക് കൊണ്ടിട്ട് അതവിടെ തൃശ്ശൂരുള്ള മറ്റൊരു സ്ഥലത്ത് കൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ 60 വയസ്സുള്ള ഒരു അമ്മമ്മയാണ് തൊട്ട അയൽവാസിയായിട്ടുള്ള മുസ്ലിമിന്റെ വീട്ടിൽ നിന്ന് കഴിക്കുന്നില്ല എന്ന് പറഞ്ഞത് വലിയ രൂപത്തിൽ ഇത് എസ്കലേറ്റ് ചെയ്യുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ തന്നെ കാസർഗോഡ് നിന്ന് അവിടെയും ഒരു യുവാവ് ഇങ്ങനെ പറഞ്ഞതായിട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വേറെ റിപ്പോർട്ട്, വീണ്ടും ഒരു ഹിന്ദു മുസ്ലിമിന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കില്ല എന്ന് പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ കോട്ടയത്ത് നിന്ന് വേറെ റിപ്പോർട്ട്, അവിടുന്ന് ഒരു ക്രിസ്ത്യാനിയുടെ വീട്ടിൽ നിന്ന് കൂടി കഴിക്കില്ല എന്ന് പറഞ്ഞതായിട്ട് ഇപ്പോൾ പുതിയ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ആകെ പ്രശ്നമാണ്. വർഗീയതക്ക് വേറെന്തെങ്കിലും വേണോ? ശരിക്കും പറഞ്ഞാൽ ഈവൻ ചിലപ്പോൾ മുസ്ലിങ്ങളായ ആൾക്കാർക്ക് പഠിച്ചോ ഇതിപ്പോൾ എന്തോ ഒരു പ്രശ്നമുണ്ടോ എന്ന് തോന്നിപ്പോകും. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഒരു ഇല്ലാത്തൊരു സാധനം ഉണ്ടാക്കുക. അതായത് ഇവിടെ എല്ലാവർക്കും, ഇവിടെയുള്ള മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ഒക്കെ ഒരു വിശാല മനസ്സുണ്ട്. ഞങ്ങളുടെ ആഘോഷം ഇനി അവർ ആഘോഷിക്കുന്നുണ്ട് ആയിക്കോട്ടെ, ആഘോഷിക്കുന്നില്ലെങ്കിൽ അവരുടെ വിശ്വാസപരമായ കാരണങ്ങൾ. ഇപ്പോൾ മുസ്ലിങ്ങളായ നമ്മൾ ഇപ്പോൾ പെരുന്നാളുകൾ ഇവിടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു മലപ്പുറത്ത് എടുക്കാം. മലപ്പുറത്ത് ഭൂരിപക്ഷം മുസ്ലിങ്ങളാണ്. അപ്പോൾ മലപ്പുറത്തിൻ്റെ ജില്ലാ ആഘോഷമായിട്ട് പെരുന്നാളിനെ പ്രഖ്യാപിച്ചു. മലപ്പുറത്തിൻ്റെ ജില്ലാ ആഘോഷം അങ്ങനെ ആവാമല്ലോ. ഇപ്പോൾ സംസ്ഥാനത്തിനൊക്കെ ദേശീയ ആഘോഷമാവാന്നുണ്ടെങ്കിൽ മലപ്പുറത്തിൻ്റെ ജില്ലാ ആഘോഷമാണ് ഇനി മുതൽ ബലിപെരുന്നാൾ.
എന്നിട്ട് പറയാണ് ജില്ലാ ആഘോഷമായതുകൊണ്ട് എല്ലാവരും ആഘോഷിച്ചിരിക്കണം എന്ന് പറഞ്ഞാൽ എല്ലാവരും ബലിയിറക്കുക, എല്ലാവരും പള്ളി പോവുക, അത്തരത്തിലാണെങ്കിൽ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും അവസ്ഥ, അല്ലെങ്കിൽ അത് എങ്ങനെയായിരിക്കും ഫീൽ ചെയ്യുക? അപ്പോൾ അതൊരിക്കലും ഒന്നാമത് ഓക്കെ, ഇനി അത്തരത്തിലൊരു ആഘോഷം ഉണ്ട്, എല്ലാവരും സഹകരിക്കുന്നെങ്കിൽ ഓക്കെ, സഹകരിക്കും, നല്ല സഹകരിക്കട്ടെ. ഇനി അത്തരത്തിൽ ഒരുപാട് ആളുകൾ വളരെ സംഭവമായിട്ട് ഏറ്റെടുക്കുന്നു, ഓക്കെ, അങ്ങനെ ഒരു സംഭവം നടക്കുന്നു. അപ്പോൾ ചില ആൾക്കാർ ഒന്നും പറയാണ്, ഞങ്ങൾക്ക് ബലിയിറക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് ഇത്തരത്തിൽ ഒരു കർമ്മം ചെയ്യാൻ പറ്റില്ല, മതപരമായിട്ടുള്ള ചില കാരണങ്ങളുണ്ട്, സോ ബലിപെരുന്നാൾ ഞങ്ങൾക്ക് ആഘോഷിക്കാൻ പറ്റില്ല, അതൊരു ദേശീയ ഉത്സവമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല, അതൊരു മതപരമായിട്ട് ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ട്. ഇബ്രാഹിമിനെ പറ്റി പറയുന്നുണ്ട്, പർഷനെ പറ്റി പറയുന്നുണ്ട്, ഇസ്മായിൽ നബിനെ പറ്റി പറയുന്നുണ്ട്, ഹാജറബിനെ പറ്റി പറയുന്നുണ്ട്, പ്രവാചനെ പറ്റി, മുഹമ്മദ് സ്വലമിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അത് മതപരമായിട്ടാണ് തോന്നുന്നത്, ഞങ്ങൾക്ക് അത് മതപരമായിട്ട് അത്തരത്തിലുള്ള എലമെൻറ്റ് കാണാൻ പറ്റുന്നുണ്ട്, ഞങ്ങൾ അതിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ അതോ അവിടെ മുസ്ലിം വിരുദ്ധത അല്ലെങ്കിൽ വർഗീയത എന്ന് പറഞ്ഞിട്ട് ആരും വരുമോ? അല്ലെങ്കിൽ അങ്ങനെ വന്നാൽ നമ്മൾ എങ്ങനെ തന്നെ കാണുക? അത് എത്രത്തോളം ആ ഒരു റീഡിങ്, അത്തരം ഒരു സാമൂഹികമായിട്ടുള്ളൊരു വായന, സെക്യുലറും ഡെമോക്രാറ്റിക്കുമൊക്കെ ആയിട്ടുള്ള ഒരു സാഹചര്യത്തെ എത്രത്തോളം വലിയ അപകടമാണ് ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ഭയങ്കര സംഭവമായിട്ട് അപലപിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വിലപിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ജനാധിപത്യത്തിൻ്റെയും സെക്യുലറിസത്തിൻ്റെയും തകർച്ച ഉണ്ടല്ലോ, അത് ഒരുപക്ഷെ ഇതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ പറച്ചിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ 10% ഡാമേജ് ഇപ്പം ഇനി ആരെങ്കിലും ഒരു സോഷ്യൽ ഫാബ്രിക്കിൽ ചിലപ്പോൾ അബദ്ധങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും കേട്ടോ, ഒരു സംശയമല്ല. ഇത്തരത്തിൽ മനുഷ്യരാണല്ലോ, മനുഷ്യർ ഒരു വിഷയം മറ്റൊരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വേളയിൽ സ്വാഭാവികമായിട്ടും പല അബദ്ധങ്ങൾ വന്നിട്ടുണ്ടാവും, പ്രോട്ടോകോൾസ് ചിലപ്പോൾ പാലിച്ചിട്ടുണ്ടാവില്ല. അപ്പം ഞാൻ എൻ്റെ ജോലി, എൻ്റെ സ്ഥാനം, അങ്ങനത്തെ പല ഏരിയകളുണ്ടാവും. ഞാൻ എൻ്റെ സ്ഥാനത്തിരുന്നു കൊണ്ട് പറയേണ്ട ഒരു കാര്യം, ഞാൻ എൻ്റെ സ്ഥാനത്തിരുന്ന് ആരോട് എന്ത് പറയണം, ആ വിഷയങ്ങളിലൊക്കെ മാനുഷികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളും തെറ്റുകളും ഒക്കെ വന്നിട്ടുണ്ടാവാം. പക്ഷേ അവിടെ സംഭവിച്ച ഡാമേജ് ഒരു 10% ആണെങ്കിൽ ആ വിഷയത്തിന് നിങ്ങൾ എസ്കലേറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഡാമേജ് 80-90% ആ ഡാമേജിൻ്റെ ഡെപ്ത് എന്ന് പറഞ്ഞാൽ അത് കപടമാണ്. നിങ്ങളുടെ ഈ സെക്യുലറിസ്റ്റിലെ വിലാപം എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം അത്തരമൊരു വിലാപം ആത്മാർത്ഥമായിരുന്നെങ്കിൽ ഇത്തരമൊരു ഡാമേജിന് എൻഡോസ് ചെയ്യാൻ സ്വാഭാവികമായിട്ടും നിൽക്കില്ല. ഇവിടെ ശരിക്കും ഇവിടെയുള്ള മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രൈസ്തവരൊക്കെ സാഹോദര്യത്തിൽ പോകണമെന്നാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ ഇത്തരം വിവാദങ്ങൾ അനാവശ്യമായി ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ്. അത് താല്പര്യമില്ലാത്തവർ ആഘോഷിക്കേണ്ട, അവർ മതപരമായിട്ട്. ഇപ്പം പ്രശ്നം നമുക്ക് പറയാം, ഇപ്പോൾ ദേശീയ ഉത്സവമായിട്ടൊക്കെ പ്രഖ്യാപിച്ചത് കൊണ്ട് ആരെങ്കിലും പോയിട്ട് ഓണാഘോഷം തടഞ്ഞു അല്ലെങ്കിൽ ഓണം ആഘോഷിച്ചവരെ പോയിട്ട് തല്ലി, ഇതിൽ സംഭവിച്ചത് എന്താ വെച്ചാൽ ഞങ്ങൾക്ക് വിശ്വാസപരമായി ഇന്ന കാര്യങ്ങളോട്, അത് പൂക്കളം എന്ന് പറയുന്നത് തൃക്കാക്കരപ്പനുള്ള ഒരു സമർപ്പണമാണ്, അതേപോലെ തന്നെ അതിൻ്റെ ഓരോ ദിവസങ്ങളെക്കുറിച്ചും അതിന് കൃത്യമായ വിശ്വാസാടിസ്ഥാനങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഇന്ന ദിവസം ഇന്നത് എന്ന രൂപത്തിലുള്ള കൃത്യമായ വിശ്വാസാടിസ്ഥാനങ്ങളുള്ള ഒരു കാര്യമാണത്. അപ്പോൾ ആ വിശ്വാസാടിസ്ഥാനങ്ങളോട് വിയോജിപ്പുള്ളവർ അതിനോട് വിയോജിക്കും, അല്ലെങ്കിൽ അതിൻ്റെ പല എലമെൻറ്റുകളോട്, ചില ആൾക്കാർ വിശ്വാസപരമായ എലമെൻറ്റ് നേരിട്ട് പ്രകടമായതിനോട് മാത്രം വിയോജിക്കുന്ന ആൾക്കാരുണ്ടാവും, പൂർണ്ണമായും വിട്ടുനിൽക്കുന്നവരുണ്ടാവും. പക്ഷേ അതിനെ ആ രൂപത്തിൽ മനസ്സിലാക്കാനോ, അത് ഓൾറെഡി നമ്മുടെ സമൂഹം അങ്ങനെ മനസ്സിലാക്കി വരുന്നതായിരുന്നു, അതിൽ നിന്ന് പെട്ടെന്ന് അങ്ങോട്ട് മാറ്റിയിട്ട് എല്ലാത്തിനെയും ഇപ്പോൾ ചാനലുകൾ ഇങ്ങനെ ഈ റേറ്റിംഗ് മത്സരത്തിനൊക്കെ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ സമൂഹത്തെ കുട്ടിച്ചോറാക്കിയിട്ടല്ലല്ലോ നമുക്ക് റേറ്റിംഗ് വേണ്ടത്. ചർച്ചൊക്കെ പൊടി പൊടിക്കുന്നൊക്കെ ഓക്കെ, ആളുകൾ ക്ലിക്ക് ചെയ്യാൻ എന്തും കൊടുക്കുക എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നതിന് പകരം കുറച്ചൊക്കെ ഒരു സാമൂഹ്യ പ്രതിബദ്ധത കാണിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ആ വിഷയത്തിൽ പ്രത്യേകിച്ച് പറയാനുള്ളത്. പ്രത്യേകിച്ചും ഇവിടെ സംഭവിക്കുന്നത് ഒരു ഭൂരിപക്ഷ മതത്തിൻ്റെയും ഭൂരിപക്ഷ സംസ്കാരത്തിൻ്റെയും പിന്നെ ആഘോഷങ്ങളും അവരുടെ ആചാരങ്ങളൊക്കെ കുറച്ചുകൂടിയൊക്കെ ഒരു പൊതുവൽക്കരിക്കുക എന്ന് പറയുന്ന ഒരു പ്രക്രിയ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പൊതുവൽക്കരണം അല്ലെങ്കിൽ പൊതുവൽക്കരിക്കപ്പെട്ട കാര്യം ബാക്കിയുള്ളവരുടെ മേലെ അടിച്ചേൽപ്പിക്കുക എന്നുള്ളതാണ്. ഇതിപ്പോൾ ഓണം എന്ന് പറയുന്ന ഒരു കൃത്യമായ ഹൈന്ദവ വിശ്വാസത്തിൻ്റെ എലമെൻറ്റുകളുടെ ഒരു സാധനം പൊതുവൽക്കരിക്കുകയാണ്, അതിനോട് വിയോജിക്കാൻ പാടില്ല. അതേപോലെ തന്നെയാണ് കഴിഞ്ഞ 1-2 വർഷങ്ങൾക്ക് മുമ്പാണ് മുഖ്യമന്ത്രി എഴുത്തിനിരുത്തുക എന്ന് പറഞ്ഞാൽ സരസ്വതി ദേവിയുടെ ആ ഒരു കടാക്ഷം കിട്ടുക. കാരണം അത് ഒരു ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു കാര്യമാണ്. ആ കടാക്ഷം കിട്ടാൻ വേണ്ടി ആദ്യം ഒന്ന് എഴുത്തിനിരുത്തി കൊണ്ടുവേണം വിദ്യാഭ്യാസം തുടങ്ങാൻ എന്നുള്ളതാണ് ആ ഒരു വിശ്വാസം. അത് ഹൈന്ദവരായ ആളുകൾ പണ്ട് മുതലേ ചെയ്തൊരു കാര്യമാണ്. ആക്ച്വലി നമ്മളെ സെക്യുലർ എന്ന് പറയുന്ന ഒരു ഡെഫിനേഷനിൽ ഇന്ത്യൻ പെർസ്പെക്റ്റീവുള്ള സെക്യുലറിസം എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽസിന് അല്ലെങ്കിൽ വ്യക്തികൾക്ക് ഏത് തരത്തിലുള്ള മതവിശ്വാസവും ആവാം, അവർക്ക് പ്രകടിപ്പിക്കാം, മറ്റുള്ളവരെ ക്ഷണിക്കാം, അത്തരത്തിലുള്ള എല്ലാം ആവാം, മറ്റുള്ളവരെ പ്രയാസപ്പെടുത്താത്ത രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത രീതിയിൽ എന്തോ ആവാം. എന്നാൽ സ്റ്റേറ്റിൻ്റെതായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയിലും മതം വരരുത് എന്നുള്ളതാണ് നമ്മുടെ സെക്യുലറിസത്തിൻ്റെ ഡെഫിനിഷൻ. അത് സ്റ്റേറ്റിൻ്റെ ഔദ്യോഗികമായിട്ടുള്ളൊരു കാര്യത്തിനും വരരുത് എന്നുള്ളത്. പക്ഷേ സകല പാലം പണി മുതൽ എല്ലാ കാര്യങ്ങളും, പാലം പണി ആയിക്കോട്ടെ, കെട്ടിടോദ്ഘാടനം ആയിക്കോട്ടെ, സകല കാര്യങ്ങളിലും ഇത്തരത്തിലുള്ളൊരു പൊതുവൽക്കരിക്കപ്പെട്ട മതാചാരങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ഒരു പ്രശ്നം എന്നുള്ളതാണ്. അത് ഈ എഴുത്തിനിരുത്തൽ കണ്ടു. ഇനി കുറച്ച് കഴിയുമ്പോൾ എന്താ പതിയെ പല മന്ത്രിമാരും എഴുത്തിനിരുത്തുന്നുണ്ട്. കഴിഞ്ഞ 1-2 വർഷം മുമ്പ് മുഖ്യമന്ത്രി നേരിട്ടും അത് ചെയ്തു. ഇനി കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു, എഴുത്തിനിരുത്തുക എന്നുള്ളത് പൊതുവാചാരമായി മാറും. അപ്പോൾ എഴുത്തിനിരുത്താത്തവർ പിന്നെന്താ പ്രശ്നക്കാരായി. കേരളക്കാരെല്ലാം എഴുത്തിനിരുത്തുന്നവരല്ലേ, എന്നിട്ട് വോയിസ് അയച്ചു, ഇതായിരിക്കും പ്രശ്നം. അതേപോലെ തന്നെയാണ് നിലവിളക്ക് എന്ന് പറയുന്നത്. അതിൻ്റെ ഓരോ തിരിക്കും എന്തുണ്ട്, വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമുണ്ട്. അപ്പോൾ
അതും ഈ പറഞ്ഞ പോലെ ഒരു ഭൂരിപക്ഷ ഒരു പിന്നെ അഗ്നി ആരാധനയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു കാര്യമാണത്. അപ്പോൾ ആ നിലവിളക്ക് എന്ത് ചെയ്തു, പൊതുവൽക്കരിച്ചു. എന്നിട്ട് അത് എല്ലാ ഉദ്ഘാടനത്തിലും കൊണ്ടുവന്നു. എന്നിട്ടത് ചെയ്യാത്തവരായി പ്രശ്നക്കാർ. ഇങ്ങനെ ഭൂരിപക്ഷ സംസ്കാരം പൊതുവൽക്കരിച്ച് അടിച്ചേൽപ്പിക്കുക. എന്നിട്ട് അടിച്ചേൽപ്പിച്ചതിന് ശേഷം പിന്നെ അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നവർ വലിയ ഭീകരവാദികളും തീവ്രവാദികളും താലിബാനികളുമായി മാറുക എന്ന് പറയുന്നൊരു പ്രോസസ്സ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് വളരെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, മതേതരത്വവും അത് മതനിരപേക്ഷതയൊക്കെ വലിയ രൂപത്തിൽ വലിയ വായിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അതിൻ്റെ ഏറ്റവും മുന്നിൽ, ഇത്തരം വർഗീയ പ്രചാരണങ്ങളുടെ മുന്നിൽ എന്നുള്ളതാണ്. അപ്പോൾ അത് ഒരാൾ നിലവിളക്ക് കൊടുക്കുന്നില്ല എന്നുള്ളത് അയാളുടെ വിശ്വാസം, അയാൾക്ക് അഗ്നി ആരാധനയുമായി ബന്ധപ്പെട്ടുള്ളതാണെന്ന് അയാൾക്ക് അത് തോന്നുന്നുണ്ട്. അതുകൊണ്ട് അയാൾ വിട്ടു നിൽക്കുന്നു. ഖലാസ് കഴിഞ്ഞു. ഒരാൾ പിന്നെ ഈ സരസ്വതി ദേവിയുടെ പിന്നെ കടാക്ഷമല്ല, എല്ലാവരെയും സൃഷ്ടിച്ച പടച്ചോൻ്റെ കടാക്ഷമാണ് വേണ്ടത്, അതുകൊണ്ട് ഞാൻ ആ എഴുത്തിനിരുത്തലില്ല എന്ന് പറഞ്ഞാൽ ഖലാസ്, അയാളുടെ വിശ്വാസം അതാണ്, അയാളത് ചെയ്യുന്നില്ല, ഖലാസ് കഴിഞ്ഞു. അതേപോലെ തന്നെയാണ് ഓണത്തിന് ഇത്തരത്തിലുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനങ്ങളുണ്ട്, അതുകൊണ്ട് ഞാനതിൽ നിന്ന് വിട്ടു നിൽക്കുന്നു, ഖലാസ് കഴിഞ്ഞു. പക്ഷേ അത് അങ്ങനെ കഴിയാൻ പാടില്ല. അത് എന്ത് ചെയ്യണം, നിങ്ങൾ പൊതു സമൂഹത്തിൻ്റെ മുമ്പിൽ അക്കൗണ്ടബിൾ ആകണം. നിങ്ങളുടെ ഓരോ തീരുമാനങ്ങളും ചാനലുകളുടെ മുമ്പിലും അതുപോലെ തന്നെ ചാനൽ മുതലാളിമാരുടെ മുമ്പിലും നിങ്ങൾ വന്നിട്ട് സമർപ്പിച്ച് അവരുടെ അപ്രൂവൽ നേടണം. അങ്ങനെ നിങ്ങൾ സർട്ടിഫൈഡ് മതേതരന്മാരായി നടക്കണം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ സൊസൈറ്റി മാറുന്നുണ്ടെങ്കിൽ അത് വളരെ അപകടകരമാണ്. അത് പലപ്പോഴും നമുക്ക് മനസ്സിലാവുക എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ഏതൊരു സമയത്തും ഏതൊരാളെയും താലിബാനിയാക്കാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മതി. കാരണം എൻ്റെ വിശ്വാസം ഇന്നതാണ്, അതുകൊണ്ട് എനിക്ക് ഇന്നത് ചെയ്യാൻ പറ്റൂല എന്ന പൊസിഷൻ എടുക്കാൻ തന്നെ പറ്റൂല എന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് മതേതരത്വത്തെക്കുറിച്ചും എന്ത് മതനിരപേക്ഷതയെക്കുറിച്ചുമാണ് നമ്മൾ സംസാരിക്കുന്നത്. ആരെപ്പറ്റിയും തീവ്രവാദം ആരോപിക്കാനും വ്യാഖ്യാനിക്കാനും പറ്റും എന്നതിൻ്റെ ഒപ്പം തന്നെ പ്രശ്നവൽക്കരിക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ മതനിരപേക്ഷമായി ചിന്തിക്കുന്ന, സൗഹാർദ്ദപരമായിട്ട് ചിന്തിക്കുന്ന ആളുകളുടെ മനസ്സിൽ പോലും അപരനെ പറ്റിയിട്ടൊരു വർഗീയ ചിന്ത, അപരൻ ചെയ്യുന്ന കാര്യങ്ങളെ വളരെ വിശാലമായിട്ട് അക്സെപ്റ്റ് ചെയ്ത ആളെ പോലും ആ വിശാലത അങ്ങോട്ട് കുടുസമാക്കിയിട്ട് ഓക്കെ അവൻ ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ അവൻ വർഗീയവാദിയാണ്, ഇന്ന കാര്യങ്ങൾ ചെയ്താൽ, വർഗീയത ചെയ്താൽ, വിദ്വേഷം ഉണ്ടാക്കിയാൽ അല്ലെങ്കിൽ വെറുപ്പുണ്ടാക്കിയാൽ വർഗീയവാദി എന്നുള്ള കാര്യം നമ്മൾ മുന്നേ കേട്ടിട്ടുണ്ട്. പക്ഷേ ഒരു പ്രത്യേക ഒരു പെർസ്പെക്റ്റീവിലേക്ക് എന്ത് ചെയ്യാണ്, ഇതിനെ എടുക്കുകയാണ്. ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടില്ലെങ്കിലും എന്ത് ചെയ്യും, ആളുകൾ വർഗീയവാദികളാവും. ഇന്ന പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിട്ടില്ലെങ്കിൽ ആളുകൾ വർഗീയവാദിയാവും. ഇന്ന കാര്യങ്ങൾ സംസാരിച്ചിട്ടില്ലെങ്കിൽ ആൾക്കാർ വർഗീയവാദിയാവും എന്ന് പറഞ്ഞുകൊണ്ട് വിശാലമായിട്ടുള്ള മനസ്സുള്ള ആളുകളുടെ മനസ്സിനെ കുടുസമാക്കി വർഗീയതയുടെ പല ആസ്പെക്റ്റുകളെ എൻഡോസ് ചെയ്യുക എന്നുള്ളതാണ്. യെസ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇത് നമ്മൾ ഒരു പക്ഷേ ഏതെങ്കിലും ഒരു വളരെ ചെറിയൊരു ഇഷ്യൂ ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രക്രിയ, ഒരു സംസ്കാരം അല്ലെങ്കിൽ ഒരു വിശ്വാസം അതിനെ പൊതുവൽക്കരിച്ച് അതെല്ലാവരിലേക്കും അടിച്ചേൽപ്പിക്കുക, അതേപോലെ തന്നെ മറുഭാഗത്ത് ലിബറലിസവും ഇതേപോലെ പൊതുവൽക്കരിച്ച് അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം കേരളത്തിൽ പ്രത്യേകിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ അലാമിംഗ് ആയിട്ടുള്ള ഒരു രൂപത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതിൻ്റെ ഗൗരവം തിരിച്ചറിഞ്ഞുകൊണ്ട് കൃത്യമായി തന്നെ വിശ്വാസ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഭരണഘടനാപരമായി ഓരോ പൗരൻ്റെയും അവകാശമാണ്. എന്ത് വിശ്വസിക്കണമെന്നും എന്ത് വിശ്വസിച്ചുകൂടെന്നും എന്താചരിക്കണമെന്നും എന്താചരിച്ചുകൂടെന്നും എന്താഘോഷിക്കണമെന്നും എന്താഘോഷിച്ചുകൂടെന്നും ഓരോരുത്തരും തീരുമാനിക്കാവുന്ന, അവൻ്റെ വിശ്വാസമടിസ്ഥാനത്തിൽ തന്നെ അത് സ്വീകരിക്കാവുന്ന, അത് പറയാവുന്ന ഒരു സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അത് പതിയെ പതിയെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ ഹൈന്ദവ ഫാസിസ്റ്റുകളുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകുന്നത്, ഹിന്ദുത്വ ഫാസിസ്റ്റുകളുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ സെക്കുലർ എന്ന് പറയുന്ന ആളുകളുടെ ഭാഗത്ത് നിന്ന് തന്നെ അത്തരത്തിലുള്ള മൂവ്മെൻറ്റുകൾ ഉണ്ടാകുമ്പോൾ അതിനെ പൊതുസമൂഹം വിലയിരുത്തേണ്ടതുണ്ട് എന്ന് മാത്രമാണ് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഇത്തരം വിഷയങ്ങൾ, സാമൂഹ്യ പ്രസക്തിയുള്ള മറ്റു വിഷയങ്ങളൊക്കെ നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ ചാനലുകളിൽ അടുത്ത ദിവസങ്ങളിൽ അത്തരം വീഡിയോകൾ വരുന്നതാണ്. ഇൻഷാ അല്ലാഹ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് ഇത്തരം ചർച്ചകൾ എത്തിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.